Hi Devans, welcome to Toes Academy. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിയലിസം ആൻഡ് മാജിക്കൽ റിയലിസം ആണ്. In literary criticism, as discussed in M.S. Abraham's glossary, realism refers to both the historical movement and recurring mode of representing human life. ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റും അതേപോലെ ഒരു ഹ്യൂമൻ ലൈഫിന്റെ റെപ്രസെന്റേഷനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടേമാണ് ഈ റിയലിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്. നോക്കാം, അതായത് റിയലിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ ഡെപ്പിക്റ്റിംഗ് ദ ലൈഫ് ആസ് ഇറ്റ് ഈസ്, എങ്ങനെയാണോ ആ ജീവിതം അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുകയാണ്, വിത്തൗട്ട് റൊമാൻറ്റിസൈസിങ് എലമെന്റ്സ്. അതായത് കൂടുതൽ അലങ്കാര ഭംഗികളൊന്നും കൊടുക്കാതെ ആ കാര്യത്തിനെ നമുക്ക് മുമ്പിൽ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഈ റിയലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ അഭിനയങ്ങൾ സിനിമകളിലൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ പറയാൻ പറ്റും. നാച്ചുറൽ ആക്ടിങ് എന്ന് പറയും, അല്ലെങ്കിൽ നാച്ചുറൽ വേ ഓഫ് പ്രസന്റിങ് തിങ്സ്. ഒന്നിനും പ്രത്യേകിച്ച് വലിയ എക്സാഗ്രേഷൻ ഒന്നും കൊടുക്കാണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, വിത്തൗട്ട് ഫാന്റസൈസിങ് എലമെന്റ്സ് ഫാന്റസൈസ് ചെയ്യാണ്ട്. അതാണ് റിയലിസം എന്ന് പറയുന്നത്. ഇത് 19th സെഞ്ചുറിയിലാണ് എമേർജ് ചെയ്യുന്നത്. ഇതിന്റെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ബ്ലേസ്, എലിയറ്റ്, അതുപോലെ ഹവൽസ് ഒക്കെയാണ്. റിയലിസ്റ്റിക് റൈറ്റേഴ്സ് എയിം ചെയ്തത് റെപ്രസെന്റ് ലൈഫ് ഫെയ്ത്ത്ഫുള്ളി. എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുക. ഒരു അതിന്റെ കോൺസിക്വൻസും അതിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ആഡ് ഓൺസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ, വർക്കിംഗ് ക്ലാസ് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ, അവരുടെ ലൈഫ്, അവരുടെ പ്രോബ്ലംസ്, അതെല്ലാം അങ്ങനെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. റിയലിസം ആസ് എ മോഡ് ഓഫ് റെപ്രസെന്റേഷൻ എന്താണ്? എന്തിന്റെ റെപ്രസെന്റേഷൻ ആയിരുന്നു? ലൈഫ് ആസ് ഇറ്റ് ആസ് റിയലി ആസ്. എന്താണോ റിയാലിറ്റിയിൽ ലൈഫ്, എന്താണോ ദ റിയൽ പിക്ചറൈസേഷൻ ഓഫ് ലൈഫ്, അതിനെ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തു. ആ ഓരോ കാര്യത്തിനും സ്പെസിഫിക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഓരോ ഇൻഡിവിജ്വൽസിന് സ്പെസിഫിക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതിനകത്ത് പ്രത്യേകിച്ച് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, അതിന് പ്രത്യേകം കാൽപ്പനികമായ ഭംഗികളൊന്നും കൊടുത്തില്ല, കൂടുതൽ കാൽപ്പനികതയൊന്നും ഇതാക്കിയില്ല, അതിനെ കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്തില്ല. അതായിരുന്നു അതിന്റെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് റിയലിസം എന്ന് പറയുന്നത്. എന്നാൽ മാജിക്കൽ റിയലിസം എ ബ്ലെൻഡ് ഓഫ് ഫാന്റസി ആൻഡ് റിയാലിറ്റി ആണ്. എം.എച്ച്. എബ്രഹാം പറയുന്നുണ്ട്, ഫാന്റസ്റ്റ് എലമെന്റ്സ്, സൂപ്പർനാച്ചുറൽ എലമെന്റ്സ് ഇന്റഗ്രേറ്റിംഗ് ഇൻ ദ റിയൽ സിറ്റുവേഷൻ ബട്ട് വിത്തൗട്ട് ഡിസ്ട്രപ്റ്റിംഗ് ദ റിയലിസം. നമുക്ക് തോന്നും, അത് ഇതിന്റെ ഭാഗമാണോ എന്ന് നമുക്ക് തോന്നും. അതായത് ഏച്ച് കിട്ടിയ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരു ഫീൽ ഇതിനകത്തില്ല. ഇത് ശരിക്കും ബ്ലെൻഡ് ചെയ്ത് ചേർത്തേക്കുവാണ്. That means interweaving sharply edged realism with fantastic and dream-like elements. റിയാലിറ്റിയിലേക്ക് ഫാന്റസിയും ഡ്രീം ലൈക്ക് എലമെന്റ്സും ബ്ലെൻഡ് ചെയ്യണം. പക്ഷെ അവിടെ ഈ ഒരു ബ്ലെൻഡിങ് നമുക്ക് എവിടെയാണ് ആ പോയിന്റ് ഓഫ് ബ്ലെൻഡിങ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് അതിന്റെ കൂടെ ഇഴകി ചേർന്നങ്ങ് പോവാണ്. മാജിക്കൽ റിയലിസം എവറിഡേ ലൈഫിൽ ഫാന്റസ്റ്റിക് എലമെന്റ്സും സൂപ്പർ നാച്ചുറൽ ഇവന്റ്സും കമ്പൈൻ ചെയ്യുന്നു. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നോട്ട് ആസ് എ സർപ്രൈസ് എലമെന്റ്. അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ടല്ല, അതിന്റെ കൂടെയുള്ള ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതായത് ആ ഒരു ഫാന്റസി എലമെന്റ്സ് ആണ് ആ ക്യാരക്ടേഴ്സിനും ആ ഒരു സ്റ്റോറിക്കും ലൈഫ് കൊടുക്കുന്നത്. സോ ബ്ലറിങ് ഓഫ് റിയാലിറ്റി, ഞാൻ പറഞ്ഞില്ലേ, എവിടെയാണ് ആ ഒരു ബ്ലെൻഡ് വരുന്നത്? ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു 2 റോപ്പ് എടുത്തിട്ട് നമ്മൾ ആ 2 റോപ്പും ടൈ ചെയ്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ നോട്ട് എവിടെയാന്ന് വിസിബിൾ ആണ്. പക്ഷെ ഈ പറയുന്ന മാജിക്കൽ റിയലിസവും മാജിക്കൽ റിയലിസത്തിൽ എവിടെയാണ് ആ റിയലിസത്തിന്റെ അകത്തേക്ക് മാജിക്കൽ എലമെന്റ്സ് വന്നത്, എവിടെയാണ് ആ നോട്ട് വന്നത്, ദാറ്റ് ഈസ് നോട്ട് വിസിബിൾ. അത് ബ്ലെൻഡ് ആയി പോകുന്ന ഒരു രീതിക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തെ കോമൺ എലമെന്റ്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, കൾച്ചർ, ഐഡന്റിറ്റി, സോഷ്യൽ കമന്ററി. ഇപ്പം നമ്മുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെ ഈ പറയുന്ന മാജിക്കൽ റിയലിസം ഉള്ള എലമെന്റ്സ് ആണ്. ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെ 100 Years of Solitude, ജോർജ് ലൂയിസ് ബോർഗേസിന്റെ വർക്ക്സ് ഉണ്ട്. ദെൻ ഇസബൽ അലൈൻഡസ് ദ ഹൗസ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന വർക്ക്സ് ഉണ്ട്. ഇതിലൊക്കെ വി ക്യാൻ സീ ദ എലമെന്റ്സ് ഓഫ് ദിസ് വർക്ക്സ്. പക്ഷെ നമുക്ക് ഏറ്റവും ഇതെന്ന് പറയുന്നത് സൽമാൻ റഷീദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രനും ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെ 100 Years Solitude എന്ന് പറയുന്ന വർക്കിലുമാണ്. അതിനകം നിങ്ങൾക്ക് അറിയാം, ഇപ്പം മിഡ് നൈറ്റ് ചിൽഡ്രൻ എടുക്കുവാണെങ്കിലും 100 Years Solitude എടുക്കുവാണെങ്കിലും വി ക്യാൻ സീ ദ തീംസ് ഓഫ് ഹിസ്റ്ററി, കൾച്ചർ, ഐഡന്റിറ്റി, ഒരു സോഷ്യൽ കമന്ററി എല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്ത് ഈ മാജിക്കൽ റിയലിസം ഒരു എലമെന്റ് ആയിട്ട് വരുന്നു. റിയാലിറ്റിയുടെ കൂടെ ഫാന്റസ്റ്റിക് എലമെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു ആ ഒരു രീതിക്ക്. പക്ഷെ ആ ബ്ലെൻഡ് നമുക്ക് വിസിബിൾ അല്ല എവിടെയാണ് എന്ന്.
അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ടേംസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.